മിക്ക കൊടികളിലെയും കുരുമുളക് ഇതുപോലെ പഴുത്ത് കിടക്കുക. ചില കൊടികളിലെ കുരുമുളക് നമുക്ക് ഏണി വെച്ചിട്ട് കയറിയാലും പറിക്കാൻ പറ്റില്ല, കുറേ ഉയരത്തിലുള്ളത്. നമ്മുടെ പരിസരത്തുള്ളൊരു ചേട്ടന് പണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് പറിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ആ ചേട്ടന് ഇപ്പം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചത്തേക്ക് വേറെ വീട്ടിൽ കുരുമുളക് പറിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അപ്പം അതുവരെ നമ്മൾ കാത്തു നിന്ന് ചിലപ്പം കുരുമുളകിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ഏണി വെച്ചിട്ട് പറിക്കുന്നത്. ഏണി വെച്ച് പറിക്കുന്നത് വളരെ എളുപ്പമുള്ള പണിയുമല്ല, എന്നാൽ ബുദ്ധിമുട്ടുള്ള പണിയുമല്ല കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ കുരുമുളക് പറിച്ചെടുക്കുന്നുണ്ട്. ഓരോരോ സാഹചര്യങ്ങളല്ലേ നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെയുള്ളൂ. നമ്മൾ കുരുമുളക് പറിക്കാൻ കയറുമ്പോൾ മോനും ഏണി കയറിയേ പറ്റുള്ളൂ. അപ്പോൾ അവൻ കുറേ ഏണി കയറാൻ വേണ്ടിയിട്ട് കരഞ്ഞപ്പോൾ അമ്മ തന്നെ അവനെ കൈ പിടിച്ചിട്ട് കയറ്റിക്കാന്ന്, അല്ലെങ്കിൽ അവൻ വഴക്കുണ്ടാക്കും, നമ്മൾ ആ കുരുമുളക് പറിക്കാൻ സമ്മതിക്കില്ല. ഈ വർഷം നമ്മുടെ പറമ്പിൽ ഒരുപാട് കൊടികൾ നശിച്ചു പോയിട്ടുണ്ട്. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 50-ന് മേലെ കൊടികൾ പോയിട്ടുണ്ട്. കൊടികൾ പോയതിൻ്റെ കണക്കെടുക്കും തോറും കൂടുതൽ വിഷമാവുകയുള്ളൂ. പോയത് പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ബാക്കിയുള്ളത് സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അമ്മ തന്നെയാട്ടോ കൂടുതൽ കുരുമുളക് പറിച്ചെടുത്തത്. താഴെ പറമ്പിലും താഴെ നമ്മുടെ മതിലിൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു പഴുത്ത് കിടക്കുന്നത്. അതൊക്കെ അമ്മേനെ കൊണ്ട് കഴിയുന്ന പോലെ കുറേ മതിലിൻ്റെ മുകളിലെല്ലാം കയറി നിന്നു. ഞങ്ങളൊക്കെ വഴക്ക് പറഞ്ഞു, പ്രായം ആയതല്ലേ, അപ്പം ഈ മതിലിൻ്റെ മുകളിൽ കയറി നിന്ന് ഒരു പക്ഷെ നമ്മുടെ കാലൊക്കെ ഉണ്ടങ്ങനെ തെന്നി വീണിട്ടുണ്ടെങ്കിലോ, അതൊക്കെ പറഞ്ഞ് നമ്മളൊരുപാട് വഴക്ക് പറഞ്ഞു. എന്നാലും അമ്മേനെ കൊണ്ട് കഴിയുന്നത് പോലെ അമ്മ കുരുമുളക് പറിച്ച് ഉതിർത്തിട്ട് എല്ലാം ഉണക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആയിട്ടില്ല, നമുക്ക് വെള്ളം വേണ്ടേ?